Practice different types of makeup for special occasion. ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ സ്പെഷ്യൽ ഒക്കേഷനുള്ള മേക്കപ്പ് ആണ് കാണാൻ പോകുന്നത്. ഈ ഫീൽഡിലെ നിങ്ങളുടെ കഴിവും താല്പര്യവും നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മേക്കപ്പിനുള്ള വ്യത്യസ്ത പ്രൊസീജിയേഴ്സിനായി ഞങ്ങളോടൊപ്പം ചേരുക. സ്റ്റെപ്പ് 1. ക്ലെൻസിംഗ് ഓർ ഫേസ് വാഷ്. വൈപ്പ് ഉപയോഗിച്ച് മുഖം തുടയ്ക്കുക. വൃത്തിയുള്ളതും തെളിഞ്ഞതുമായ ചർമ്മം എന്നാൽ കുറ്റമറ്റ മേക്കപ്പ് ആപ്ലിക്കേഷൻ എന്നാണ്. നിങ്ങളുടെ ചർമ്മത്തിന്റെ തരത്തിന് അനുയോജ്യമായ വീര്യം കുറഞ്ഞ ഫേസ് വാഷ് ഉപയോഗിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. ഫേസ് വാഷ് മുഖത്ത് നേരിട്ട് വെക്കരുത്. നിങ്ങളുടെ കൈകളിൽ ഒരൽപ്പം എടുത്ത് കട്ടിയുള്ള നുരയുണ്ടാക്കുന്നത് വരെ അത് തടവി മുഖം കഴുകുക. ഒപ്പിയെടുക്കുക, തുടച്ചെടുക്കരുത്. സ്റ്റെപ്പ് 2. പ്രൈമർ. നിങ്ങളുടെ ചർമ്മത്തെ തയ്യാറാക്കാൻ പ്രൈമറിന്റെ നേർത്ത പാളി ഉപയോഗിക്കുക. ഏതാനും തുള്ളികൾ എടുത്ത് ഏറ്റവും കൂടുതൽ നിറവ്യത്യാസമുള്ളതായി തോന്നുന്ന ഭാഗങ്ങളിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് അത് തുല്യമാകുന്നതുവരെ പാറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3. ഡിഫൈൻ ഐബ്രോസ്. നിങ്ങളുടെ പുരികങ്ങൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് തുടങ്ങുക. ചെറിയ സ്ട്രോക്കുകൾ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ നെറ്റിയിലെ മുടിയുടെ നിറവുമായി പൊരുത്തപ്പെടുന്ന ഒരു നിറം ഉപയോഗിക്കുക. നിങ്ങളുടെ പുരികങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുഖത്തിന് പൂർണ്ണമായ രൂപം നൽകുകയും നിങ്ങളുടെ മേക്കപ്പ് നന്നായി നിർത്തുകയും ചെയ്യും. സ്റ്റെപ്പ് 4. അപ്ലൈ ഐഷാഡോ. നിങ്ങളുടെ വസ്ത്രവുമായി പൊരുത്തപ്പെടുന്ന ഒരു ഐഷാഡോ ഷെയ്ഡ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ കണ്ണിന്റെ കോണിൽ നിന്ന് നിങ്ങളുടെ നെറ്റിയുടെ സ്ഥലത്തേക്ക് കൂട്ടിച്ചേർക്കാൻ തുടങ്ങുക. കൂടാതെ നെറ്റിയിലെ അസ്ഥിയിൽ കുറച്ച് ഹൈലൈറ്റർ ചേർക്കുക. നിങ്ങളുടെ പുരികങ്ങളും കണ്ണുകളും ഡിഫൈൻ ചെയ്യാൻ ഒരു വൈറ്റ് ബേസ് ഉപയോഗിക്കുക. സ്റ്റെപ്പ് 5. ഐലൈനർ. ഐലൈനറിന്റെ തിൻ ലെയർ ഉപയോഗിക്കുക. പെർഫെക്റ്റ് വിങ്ഡ് ലുക്കിനായി സ്റ്റെൻസിലുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലെ ലിഡിന്റെ ഏറ്റവും അറ്റത്ത് ഒരു ലൈൻ ഉണ്ടാക്കുക എന്നതാണ് പ്രധാന കാര്യം. പിന്നെ അങ്ങേയറ്റം പിന്നിട്ട് ഒരു വര വരച്ച് അകക്കണ്ണിൽ എത്തുന്നത് വരെ അകത്തേക്ക് വരയ്ക്കുക. ലൈനർ ഉപയോഗിച്ച് അത് പൂരിപ്പിക്കുക. സ്റ്റെപ്പ് 6. കാജൽ. ഇനി വാട്ടർ പ്രൂഫ് കാജൽ വാട്ടർ ലൈനിൽ പുരട്ടുക. സ്റ്റെപ്പ് 7. മസ്കാര. നിങ്ങൾ ഒരേ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുവെങ്കിൽ പട്ടികയിൽ മസ്കാര ഏറ്റവും മുകളിലായിരിക്കണം. മസ്കാരയുടെ ഏതാനും സ്വൈപ്പുകൾ സിംഗിൾ സ്റ്റെപ്പിലൂടെ നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം നൽകും. വിവിധ നിറങ്ങളിലുള്ള മസ്കാരകൾ ഇന്ന് ലഭിക്കും. എങ്കിലും കറുപ്പും ബ്രൗണുമാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. കൺപീലികൾ ഐലാഷ് കളർ ഉപയോഗിച്ച് ചുരുട്ടിയെടുക്കുക. Step 8. Concealer.
തലകീഴായി ത്രികോണാകൃതിയിലുള്ള ഒരു ക്രീം ബേസ്ഡ് കൺസീലർ ഉപയോഗിച്ച് നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറവുമായി പൊരുത്തപ്പെടുന്നത് വരെ നന്നായി യോജിപ്പിക്കുക. നിങ്ങളുടെ സ്വാഭാവിക സ്കിൻ ടോണിനേക്കാൾ ഭാരം കുറഞ്ഞ ഒരു ഷെയ്ഡ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സ്വാഭാവിക സ്കിൻ ടോണിനേക്കാൾ പരമാവധി ഒരു ഷെയ്ഡ് ഭാരം കുറഞ്ഞ ഷെയ്ഡ് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പിന് മുകളിൽ വെളുത്ത ഒരു ഷെയ്ഡ് ലഭിക്കും. അത് തെളിഞ്ഞ് വൃത്തികേടായി കാണുകയും ചെയ്യും. സ്റ്റെപ്പ് 9. ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഉപയോഗിക്കുക. ഫൗണ്ടേഷന്റെ ഷെയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ ചെസ്റ്റുമായി കമ്പയർ ചെയ്യുക. ഫൗണ്ടേഷന്റെ കാര്യത്തിൽ കുറവ് കൂടുതലാണ്, അതിനാൽ ശരിയായ തുക മാത്രം ഉപയോഗിക്കുക. ഫൗണ്ടേഷന്റെ ശരിയായ ഷെയ്ഡ് സ്വാഭാവികമായി കാണപ്പെടുന്നതും ഓവറായി എടുത്തു കാണിക്കാത്തതുമാണ്. ടിന്റ് ടെസ്റ്റ് ചെയ്യാൻ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് അതിന്റെ നിറം താരതമ്യം ചെയ്യുക. ഓർക്കുക, ഫൗണ്ടേഷന്റെ കാര്യത്തിൽ കുറവ് കൂടുതലാണ്, അതിനാൽ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ അണ്ടർടോണുമായി പൊരുത്തപ്പെടുന്ന പ്രകൃതിദത്തമായ ഷെയ്ഡ് കണ്ടെത്തുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ്. അണ്ടർടോൺ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരംഭിക്കുക. സ്റ്റെപ്പ് 10. കോമ്പാക്ട് പൗഡർ. ഫൗണ്ടേഷൻ ശരിയായി സജ്ജീകരിക്കാൻ സഹായിക്കുന്ന കോമ്പാക്ട് പൗഡറാണ് വരിയിലടുത്തത്. പൂർണ്ണമായ കവറേജിനായി ഒരു ബ്ലഷ് ബ്രഷ് ഉപയോഗിച്ച് പൗഡർ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 11. ഹൈലൈറ്റർ. ശേഷിക്കുന്ന ഗ്ലാമർ ചേർക്കുകയും നിങ്ങളുടെ ഗ്ലാം ഘടകത്തെ ആകാശത്തോളം ഉയർത്തുകയും ചെയ്യുന്നത് ഒരു ഹൈലൈറ്റർ ഉപയോഗിക്കുമ്പോഴാണ്. നിങ്ങളുടെ നെറ്റിയുടെ മധ്യഭാഗത്ത്, അടിസ്ഥാനപരമായി നിങ്ങളുടെ ടീ സോൺ, നിങ്ങളുടെ മൂക്കിന്റെ മുകൾ ഭാഗം, അടിസ്ഥാനപരമായി നിങ്ങളുടെ മൂക്കിന്റെ പാലം, കണ്ണിന്റെ താഴെ, ജോലൈന് കുറുകയും ചുണ്ടുകൾക്ക് കീഴിലും ചുണ്ടുകളുടെ അഗ്രത്തിലും ഹൈലൈറ്റർ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 12. ബ്ലഷ്. മുകളിലേക്ക് സ്ട്രോക്കിൽ ബ്ലഷ് പുരട്ടുക. നിങ്ങൾ അതിലായിരിക്കുമ്പോൾ ഹൈലൈറ്റർ ചേർക്കുക. നിങ്ങളുടെ ബ്ലഷിന്റെ ഷെയ്ഡിനെ കുറിച്ച് ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങൾ ഹെവി ഐ മേക്കപ്പും ലിപ് കളറും ഉപയോഗിക്കുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്ലഷ് ഉപയോഗിക്കുക. സ്റ്റെപ്പ് 13. ലിപ്സ്റ്റിക്. നിങ്ങളുടെ ചുണ്ടുകൾ മോയ്സ്ചറൈസ് ചെയ്തു കഴിഞ്ഞാൽ ഫൗണ്ടേഷന്റെ നേർത്ത ലെയർ പുരട്ടുക, കാരണം ഇത് കൂടുതൽ നേരം കളർ നിലനിർത്തും. നിങ്ങളുടെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുമായി പൊരുത്തപ്പെടുന്ന ലിപ് കളർ പെൻസിൽ ഉപയോഗിച്ച് ഒരു ഔട്ടർ ലൈൻ വരയ്ക്കുക. അത് ലിപ്സ്റ്റിക് ഉപയോഗിച്ച് പൂരിപ്പിച്ച് സെറ്റ് ചെയ്യാൻ സമയം അനുവദിക്കുക. സ്റ്റെപ്പ് 14. സെറ്റ് സ്പ്രേ. അവസാനമായി നിങ്ങളുടെ മേക്കപ്പ് ഒരു സെറ്റിംഗ് സ്പ്രേയോ പൗഡറോ ഉപയോഗിച്ച് സജ്ജീകരിക്കുക. അത് നിങ്ങളുടെ മേക്കപ്പ് നീണ്ട മണിക്കൂറുകളോളം നിലനിർത്തും. ഇപ്പോൾ എല്ലാവർക്കും മേക്കപ്പിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പ്രാക്ടിക്കൽ വീഡിയോസ് ഉണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ജിജ്ഞാസ ഉണർത്തിയെന്ന് കരുതുന്നു. താങ്ക് യു.